Dear friends, welcome to my channel English Excellence with Jobin Joseph. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടോപ്പിക്ക് ഇഫ് കണ്ടീഷൻസ് ആണ്. ഇഫ് കണ്ടീഷൻസ് എത്ര തരമുണ്ട്, അത് എപ്രകാരം നമുക്ക് സോൾവ് ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എല്ലാത്തരം മത്സര പരീക്ഷകൾക്കും, അധ്യാപക പരീക്ഷകൾക്കും, മറ്റ് PSC പരീക്ഷകൾക്കും, അതുപോലെ കുട്ടികൾക്ക് ഉള്ള വിവിധ മത്സര പരീക്ഷകൾക്കുമൊക്കെ എല്ലാവരെയും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുക. ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വാട്ട് ആർ കണ്ടീഷണൽ സെൻറ്റൻസസ്? എന്താണ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് പറയുന്നത്? An if clause is a part of a conditional sentence that shows a condition. If clause, if ചേർത്ത് വരുന്ന ഒരു കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണ് കാണിച്ചിരുന്നത് വെച്ചാൽ അതൊരു കണ്ടീഷൻ ആയിരിക്കും, ഒരു നിബന്ധന ഉണ്ടാവും അവിടെ. ഇറ്റ് യൂഷ്വലി ബിഗിൻസ് വിത്ത് ദ വേർഡ് ഇഫ്. ആ വാചകം തുടങ്ങുന്നത് തന്നെ ഇഫ് എന്ന വാക്ക് വെച്ചിട്ടാണ്. ആൻഡ് ഈസ് ഫോളോഡ് ബൈ എ റിസൾട്ട് ക്ലോസ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഇഫ് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു ഇഫ് ക്ലോസും അതിനോട് ചേർന്ന് വരുന്ന ഒരു റിസൾട്ട് ക്ലോസും നമുക്കുണ്ടായിരിക്കും. ഇപ്പോൾ റിസൾട്ട് ക്ലോസ് എന്ന് പറയുന്നത് ദാറ്റ് ടെൽസ് വാട്ട് ഹാപ്പൻസ് വെൻ ദ കണ്ടീഷൻ ഈസ് മെറ്റ്. അവിടെ കണ്ടീഷൻ ശരിയാകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഫലം എന്ന് കാണിച്ചു തരുന്ന ഒരു റിസൾട്ട് ക്ലോസ് കൂടെ ഈ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും രണ്ട് പാർട്ടാണുള്ളത് കണ്ടീഷണൽ സെൻറ്റൻസിന്. അതിൻ്റെ ആ സെൻറ്റൻസ് തുടങ്ങുന്ന ഭാഗം കണ്ടീഷൻ ക്ലോസ് ആണ്. അത് ഇഫ് ചേർത്തിട്ടാണ് ആരംഭിക്കുക. പിന്നെ അതിനെ തുടർന്ന് ഒരു റിസൾട്ട് ക്ലോസ് ഉണ്ടാവും. അത് ഈ പറയുന്ന കണ്ടീഷൻ മെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ ഇൻഡോർസ്. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അകത്ത് തന്നെ കാത്തു നിൽക്കും മഴ കുറയുന്നത് വരെ. അപ്പോൾ ഇവിടെ നോക്കിക്ക്, ഈ വാചകം ആരംഭിക്കുക ഇഫ് ചേർത്തിട്ടാണ്. ഇഫ് ക്ലോസ് ആണ് ആദ്യം കൊടുത്തിരിക്കുക. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ക്ലോസ്, റിസൾട്ട് ക്ലോസ് കാണിക്കുന്നതിന് മുമ്പ് അതിനെ രണ്ടിനെയും വേർതിരിച്ചുകൊണ്ട്, രണ്ട് ക്ലോസുകളെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു കോമ ചേർത്തിട്ടുണ്ടാവും. അപ്പം ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ സ്റ്റേ ഇൻഡോർസ്. ആ കണ്ടീഷൻ മെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടാണ് തൊട്ടടുത്ത് പറഞ്ഞിരിക്കുക. ഇഫ് സെക്കൻഡ് വൺ, ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ട്രാവൽ ദ വേൾഡ്. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചേനെ. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഇനി കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷണൽ സെൻറ്റൻസിനെ പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ ഉള്ളത്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ ആൻഡ് തേർഡ് കണ്ടീഷണൽ. ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. കണ്ടീഷണൽ സെൻറ്റൻസുകളുടെ ഒരു ഘടന നമുക്ക് ഇവിടെ പരിചയപ്പെടാം. There are 3 മെയിൻ ടൈപ്സ് ഓഫ് ഇഫ് ക്ലോസസ്. പ്രധാനമായിട്ടും 3 തരത്തിലാണ് കണ്ടീഷണൽ ക്ലോസുകൾ ഉള്ളതെന്ന് നമുക്കറിയാം. ഈച്ച് വൺ ഷോസ് എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പോസിബിലിറ്റി ഓർ ടൈം ഫ്രെയിം. അപ്പോൾ 3 തരത്തിലുള്ള സാധ്യതകളെയാണ്, ടൈം ഫ്രെയിമിനെയാണ് ഈ 3 തരത്തിലുള്ള ക്ലോസുകളും സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഘടനയും വ്യത്യസ്തമാണ്. ആദ്യത്തെ കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, അതിൻ്റെ ഘടന എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ എല്ലാ കണ്ടീഷണൽ സെൻറ്റൻസുകൾക്കും 2 പാർട്ടുണ്ട്. ഒന്ന് ഇഫ് ക്ലോസും 2 റിസൾട്ട് ക്ലോസും. ഇതിനെ തമ്മിൽ വേർതിരിച്ചുകൊണ്ട് നമുക്ക് ഒരു കോമയും ഇതിനുള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷണൽ എങ്ങനെയാണ് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ സാധിക്കുക? അത് തുടങ്ങുന്നത് ഇഫ് ചേർത്തിട്ടാണ്. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമാണ് അവിടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇഫ് ക്ലോസിൽ ഇഫ് കാണാം, അതുപോലെ തന്നെ സിമ്പിൾ പ്രസൻറ്റ് ഫോമും നമുക്ക് ആ വാചകത്തിൽ കാണാൻ സാധിക്കും. അതായത് വെർബിൻ്റെ ആദ്യത്തെ രൂപമായിരിക്കും അവിടെ ഉപയോഗിക്കുക. ഇനി അതിനോട് ചേർന്ന് വരുന്ന റിസൾട്ട് ക്ലോസിൽ വിൽ ആയിരിക്കും അതിൻ്റെ ഓക്സിലറി വെർബായിട്ട് അവിടെ വരിക. ദെൻ ബേസ് ഫോമും അവിടെ ഉണ്ടാവും. ബേസ് ഫോം എന്ന് പറയുന്നത് V1 ഫോം ഓഫ് ദി വെർബായിരിക്കും. അപ്പോൾ
ഫസ്റ്റ് കണ്ടീഷനിൻ്റെ ഘടന മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ദെൻ റിസൾട്ട് ക്ലോസിൽ വിൽ പ്ലസ് ബേസ് ഫോം ആയിരിക്കും. ദെൻ സെക്കൻഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇഫ് ക്ലോസിൽ ഇഫ് കഴിഞ്ഞ് വരിക സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. അതായത് അതിനെ എങ്ങനെ മനസ്സിലാക്കാം? അതിൻ്റെ വെർബിൻ്റെ രൂപം കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ V1 അല്ല V2 ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നോക്കുക, ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും സെക്കൻഡ് കണ്ടീഷനിലെ ഇഫ് ക്ലോസ്. ദെൻ അവിടുത്തെ റിസൾട്ട് ക്ലോസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ട ഫസ്റ്റ് കണ്ടീഷനിൽ റിസൾട്ട് ക്ലോസ് വിൽ ആയതുകൊണ്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സെക്കൻഡ് കണ്ടീഷനിൽ വരിക, വുഡ് പ്ലസ് ബേസ് ഫോം. അവിടെയും വെർബിൻ്റെ സ്ഥാനത്ത് V1 ഫോം തന്നെ ആയിരിക്കും. ഇനി മൂന്നാമത്തെ തേർഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് ഇഫിന് ശേഷം ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ നമുക്കറിയാം ഹാർഡ് ചേർത്തിട്ടാണ് ആ വാചകം പറയുക. ഹാർഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും അവിടെ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസിലും വുഡിന് ശേഷം, പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ വുഡ് ഉണ്ടാവും, വുഡിന് ശേഷം അവിടെ ഹാവ് കൂടി ആഡ് ചെയ്യണം. റിസൾട്ട് ക്ലോസിൽ വുഡ് ഹാവ് എന്നായിരിക്കും ചേർത്ത് പറയേണ്ടത്. അപ്പോൾ അതിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് അവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഈ മൂന്ന് തരത്തിലാണ് അതിൻ്റെ ഘടന, അതിൻ്റെ സ്ട്രക്ചർ വരിക. ഇനി ഓരോന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് കണ്ടീഷണലിൻ്റെ ഘടന നമ്മൾ ഇപ്പോൾ കണ്ടതാണ്. രണ്ട് പാർട്ടുണ്ട്, ഇഫ് ക്ലോസും റിസൾട്ട് ക്ലോസും. അതിൻ്റെ ഘടന ഇഫ് പ്ലസ് സിമ്പിൾ പ്രസൻറ്റ് ഫോം, അതുപോലെ റിസൾട്ട് ക്ലോസിൽ വിൽ പ്ലസ് വെർബിൻ്റെ ആദ്യ രൂപവുമായിരിക്കും. എന്തിനാണ് ഫസ്റ്റ് കണ്ടീഷണൽ ഉപയോഗിക്കുക? ടു ടോക്ക് എബൌട്ട് റിയൽ പോസിബിലിറ്റീസ് ഓർ ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അതായത് നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷണൽ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ആ കണ്ടീഷൻ മെറ്റ് ചെയ്യുന്ന റിസൾട്ടാണ് റിസൾട്ട് ക്ലോസ് എന്ന് പറയുക. അവിടെ നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ ഹോം. നാളെ മഴ പെയ്താൽ ഞങ്ങൾ വീട്ടിലിരിക്കും എന്നാണ് പറയുക. അപ്പോൾ നാളെ മഴ പെയ്യുക എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ മഴ പെയ്തേക്കാം, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം ഇഫ് ക്ലോസ്, അതിൻ്റെ വെർബ് എന്ന് പറയുന്നത് റെയിൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ഫോമാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസിൽ വിൽ പ്ലസ് വെർബിൻ്റെ ആദ്യത്തെ രൂപം, അതായത് ഇവിടെ വെർബ് എന്ന് പറയുന്നത് സ്റ്റേ ആണ്, ആ സ്റ്റേയുടെ V1 ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുക. സ്റ്റേയുടെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, സ്റ്റേ എന്ന് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി വിൽ സ്റ്റേ ഹോം. അപ്പോൾ ഓർക്കുക, സിമ്പിൾ, അതായത് ഫസ്റ്റ് കണ്ടീഷനിലാണെങ്കിൽ അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസിൽ വിൽ ചേർത്തായിരിക്കും പറയുക, വിൽ പ്ലസ് V1. സെക്കൻഡ് വൺ, ഇഫ് യു ഈറ്റ് ഹെൽത്തി ഫുഡ് യു വിൽ ഫീൽ ബെറ്റർ. നോക്കൂ, രണ്ടാമത്തെ വാചകത്തിൽ ഈറ്റ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വെർബ്. അവിടുത്തെ വെർബ് V1 ആണ്, വെർബിൻ്റെ ആദ്യ രൂപമാണ്, ക്രിയയുടെ ആദ്യ രൂപമാണ് അവിടെ. അതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പ്രസൻറ്റ് ഫോമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത്, റിസൾട്ട് ക്ലോസ് എന്ന് പറയുന്നത് വിൽ പ്ലസ് V1. ഇവിടുത്തെ V1 എന്ന് പറയുന്നത് ഫീലാണ്. ഫെൽറ്റ് എന്നൊന്നും നമ്മൾ പറയുന്നില്ല, വിൽ ഫീൽ. അപ്പോൾ ഇഫ് യു ഈറ്റ് ഹെൽത്തി ഫുഡ് യു വിൽ ഫീൽ ബെറ്റർ. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടാം. ഇവിടെ നമ്മൾ കുറച്ച് ഉദാഹരണങ്ങൾ പരിചയപ്പെടുകയാണ്. ഫസ്റ്റ് കണ്ടീഷണലിൻ്റെ ആ വാചകങ്ങൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും കണ്ടീഷണൽ സെൻറ്റൻസുകൾക്കെല്ലാം രണ്ട് പാർട്ടുണ്ട്, ഇഫ് ക്ലോസും അതുപോലെ തന്നെ അതിനൊരു കോമയ്ക്ക് ശേഷം വരുന്നൊരു റിസൾട്ട് ക്ലോസും. അതായത് ആദ്യം പറയുന്ന ഒരു കണ്ടീഷനാണ്, അതിനുശേഷം അതിൻ്റെ ആ കണ്ടീഷൻ മെറ്റ് ചെയ്താൽ ഉണ്ടാകുന്ന റിസൾട്ടിനെ കുറിച്ചുമാണ് ഇഫ് കണ്ടീഷൻസിൽ പറയുക. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനാണെങ്കിൽ അത് എപ്പോഴും വരിക സിമ്പിൾ പ്രസൻറ്റ് ഫോമിലായിരിക്കും. അതായത് ഇഫിന് ശേഷം വരുന്നൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസ് വിൽ ചേർത്തായിരിക്കും പറയുക. ഇഫ് ഐ സ്റ്റഡി ഐ വിൽ പാസ് ദി എക്സാം. ഇവിടെ സ്റ്റഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്. സ്റ്റഡീഡ് എന്നൊന്നും പറഞ്ഞിട്ടില്ല, സ്റ്റഡീങ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം നോക്കൂ, സ്റ്റഡി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെർബ്, അതിൻ്റെ V1 ഫോമാണ്.
അതുപോലെ തന്നെ വില്ലിന് ശേഷം വരുന്ന പാസ് അതും V1 ഫോമാണ്. അപ്പോൾ ഓർക്കുക, പ്രസൻറ്റ് ടെൻസ് ആണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് കണ്ടീഷണൽ സെൻറ്റൻസ് ഫസ്റ്റിൽ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് പാർട്ടിൽ വിൽ ചേർത്തായിരിക്കും വാചകം പറയുക. ഇഫ് ദ സൺ ഷൈൻസ് വി വിൽ വാക്ക് ഇൻ ടു ടൗൺ. ഇപ്പോൾ രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. ഇഫ് ദ സൺ ഷൈൻസ്, നാളെ സൂര്യൻ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണെങ്കിൽ ഞങ്ങൾ നാളെ ടൗണിൽ പോകും. ദെൻ തേർഡ് വൺ, ഇഫ് ഹി ഹാസ് എ ടെമ്പറേച്ചർ ഹി വിൽ സീ ദ ഡോക്ടർ. അപ്പോൾ ഇവിടെ മൂന്നാമത്തെ സെൻറ്റൻസിൽ അവിടെ വെർബ് എന്ന് പറയുന്നത് ഹാസാണ്. അവിടെ ഓക്സിലറി വെർബാണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് അതിൻ്റെ റിസൾട്ട് ക്ലോസ് എപ്പോഴും വിൽ ചേർത്തായിരിക്കും പറയേണ്ടത്. ഹി വിൽ സീ ദ ഡോക്ടർ. ഇഫ് മൈ ഫ്രണ്ട്സ് കം ഐ വിൽ ബി വെരി ഹാപ്പി. എൻ്റെ സുഹൃത്തുക്കൾ വരികയാണെങ്കിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനായിരിക്കും. അപ്പോൾ ഇവിടെ കം എന്ന് പറയുന്നത് V1 ഫോമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിൽ ചേർത്തിട്ടാണ് അവിടെയും അതിൻ്റെ റിസൾട്ട് ക്ലോസ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുക. ദെൻ ഇഫ് ഷീ ഏൺസ് എ ലോട്ട് ഓഫ് മണി ഷീ വിൽ ഫ്ലൈ ടു ന്യൂയോർക്ക്. അവിടെ കണ്ടീഷൻ മെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൾ ഒരുപാട് പണം സമ്പാദിക്കുകയാണെങ്കിൽ, അവൾക്ക് പൈസയൊക്കെ ആകുകയാണെങ്കിൽ അവൾ ന്യൂയോർക്കിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പൈസ സമ്പാദിക്കുകയാണെങ്കിൽ, പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. അങ്ങനെയെങ്കിൽ അവൾക്ക് ന്യൂയോർക്കിന് പോകാൻ പറ്റും. അപ്പോൾ ഏൺ എന്ന് പറയുന്നത് അവിടെ V1 ഫോമാണ്. അതുപോലെ ഫ്ലൈ എന്ന് പറയുന്നതും V1 ഫോമാണ്. അപ്പോൾ ഓർക്കുക, ഫസ്റ്റ് കണ്ടീഷണൽ ഫസ്റ്റ് കണ്ടീഷൻ ആണെങ്കിൽ അവിടെ സിമ്പിൾ പ്രസൻറ്റ് ഫോമിലായിരിക്കും ഇഫിന് ശേഷം ഇഫ് ക്ലോസ് വരിക. അതുപോലെ തന്നെ റിസൾട്ട് ക്ലോസിൽ വിൽ ചേർത്തായിരിക്കും പറയുക. സെക്കൻഡ് കണ്ടീഷണൽ. ഈ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകൾ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു ടോക്ക് എബൌട്ട് അൺറിയൽ, ഇമാജിനറി ഓർ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻസ്. അതായത് നടക്കുവാൻ വലിയ സാധ്യത, നമ്മുടെ ഒരു സങ്കല്പമാണ്, നമ്മുടെ ഒരു ഊഹാപോഹമാണ്, ഒരുപക്ഷെ നടക്കാൻ ഒരു യാഥാർത്ഥ്യവും ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു രീതിക്കാണ് നമ്മൾ ഈ സെക്കൻഡ് കണ്ടീഷണലിൽ ഉപയോഗിക്കുക. അതിൻ്റെ ഘടന നമ്മൾ പഠിച്ചിരുന്നു. ഇഫ് ക്ലോസും റിസൾട്ട് ക്ലോസും രണ്ടും കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ ഭാഗമാണ്. ഇഫ് ക്ലോസ്, അതിലത് ഇഫ് ക്ലോസിൽ ഇഫിന് ശേഷം വരുന്ന സിമ്പിൾ പാസ്റ്റ് ആണ്. ഫസ്റ്റ് കണ്ടീഷണലിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസിൽ ഫസ്റ്റ് കണ്ടീഷനിൽ വില്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അതായത് വുഡ് പ്ലസ് വെർബിൻ്റെ ആദ്യ രൂപം. ഇതാണ് അതിൻ്റെ ഒരു ഘടന. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇഫ് ഐ വോൺ ദ ലോട്ടറി ഐ വുഡ് ബൈ എ ബിഗ് ഹൗസ്. എനിക്ക് ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ ഞാൻ വലിയൊരു വീട് വാങ്ങിയേനെ. അപ്പോൾ വോൺ എന്ന് പറയുന്നത് ഇവിടെ V2 ഫോമാണ്. അപ്പോൾ നോക്കൂ, അത് അനുസരിച്ചിട്ട്, അതായത് വെർബിൻ്റെ രൂപം കണ്ടിട്ടാണ് അത് ഏത് ടെൻസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുക. ഇവിടെ V2 ഫോമാണ് ഉപയോഗിച്ചിരുന്നത്, അതുകൊണ്ട് തന്നെ അതൊരു പാസ്റ്റ് ടെൻസ് ആണ്. വിൻ ആയിരുന്നു അതിൻ്റെ പ്രസൻറ്റ് ഫോം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പാസ്റ്റ് ഫോം ആയതുകൊണ്ട് തന്നെ റിസൾട്ട് ക്ലോസിൽ വില്ലിൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള വുഡാണ് ഉപയോഗിക്കേണ്ടത്. ദെൻ ഇഫ് ഷീ വെയർ ടോളർ ഷീ വുഡ് പ്ലേ ബാസ്കറ്റ്ബോൾ. ഇഫ് ഷീ വെയർ ടോളർ ഷീ വെയർ, അതായത് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ സെൻറ്റൻസിലെ വെർബ് എന്ന് പറയുന്നത് വെയർ ആണ്. അത് ഓക്സിലറി വെർബാണ്. അപ്പോൾ അവൾ പൊക്കമുള്ള ഒരാളായിരുന്നെങ്കിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഷീ വുഡ് പ്ലേ ബാസ്കറ്റ്ബോൾ. അവൾക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നോക്കൂ, സെക്കൻഡ് കണ്ടീഷനിലാണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ഫോമിലായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് ക്ലോസ് വുഡ് ചേർത്തായിരിക്കും നമ്മൾക്ക് കൺസ്ട്രക്റ്റ് ഇരിക്കുക. സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസുകളുടെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ ഫസ്റ്റ് കണ്ടീഷനിൽ നിന്ന് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസിൻ്റെ പാർട്ടിൽ ഇഫിന് ശേഷം വരുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസ് വുഡ് ചേർത്താണ് പറയേണ്ടത്. നമുക്ക് നോക്കാം, ഉദാഹരണം നോക്കാം. ഇഫ് ഹി സ്റ്റാർട്ടഡ് എയർലി ഹി വുഡ് ഫിനിഷ് ഇൻ ടൈം. അപ്പം എങ്ങനെയാണ് ഇത് പാസ്റ്റാന്ന് കണ്ടുപിടിക്കണത് ഇഫ് ക്ലോസ്? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. അതിൻ്റെ വെർബ് നോക്കുക. വെർബ് ഒന്നെങ്കിൽ അത് ED ചേർത്തായിരിക്കും കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ V2 ഫോമിലായിരിക്കും, വെർബിൻ്റെ രണ്ടാമത്തെ രൂപത്തിലായിരിക്കും അതുണ്ടാവുക. ഇല്ലെങ്കിൽ അവിടുത്തെ ഓക്സിലറി വെർബ് പാസ്റ്റ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ആ ഉദാഹരണത്തിന് ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. അവിടെ സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്, സ്റ്റാർട്ട് എന്ന് പറയുന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസിൻ്റെ റിസൾട്ട് ക്ലോസ് എന്ന് പറയുന്നത് വുഡ് ചേർത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ വുഡിന് ശേഷം പിന്നെയും നമുക്ക് എന്ത് ചേർക്കേണ്ടതില്ല, V2 ഫോം ചേർക്കേണ്ടതില്ല, V1 ഫോം ചേർത്താൽ മതി. ഫിനിഷ്, അതാണ് അവിടെ അങ്ങനെ ഉപയോഗിച്ചിരിക്കുക. ദെൻ സെക്കൻഡ് എക്സാമ്പിൾ, ഇഫ് യു വർക്ക്ഡ് ഹാർഡർ യു വുഡ് ഡു വെൽ ഓൺ ദ ടെസ്റ്റ്. നീ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നേനെ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് പഠിച്ചുമില്ല, നന്നായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടും ഇല്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമ്മുടെ ഒരു ഊഹാപോഹമാണ് അല്ലേ. ഇഫ് യു ആസ്ക്ഡ് ഹെർ ഷീ വുഡ് ടെൽ യു. നീ അവളോട് ചോദിച്ചിരുന്നെങ്കിൽ അവൾ അതിന് മറുപടി പറഞ്ഞേനെ. ഇഫ് യു ആസ്ക്ഡ് എന്നുള്ളത് ആസ്കിൻ്റെ രണ്ടാമത്തെ രൂപമാണ്, നമുക്ക് അറിയാം. ദെൻ ഇഫ് ഷീ ന്യൂ ഹൂ ഹി വാസ് ഷീ വുഡ് നോട്ട് ലവ് ഹിം. അവൻ ആരാന്ന് ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അവനെ ഇഷ്ടപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നോ എന്ന് പറയുന്ന V1 ഫോമിൻ്റെ രണ്ടാമത്തെ രൂപമാണ് ന്യൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന് തിരിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വുഡ് ചേർത്തായിരിക്കും വരിക. ഇഫ് ഐ വെയർ യു ഐ വുഡ് നോട്ട് ഡു ഇറ്റ്. ഞാൻ നീ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നു, ഞാനിതൊരിക്കലും ചെയ്യില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വെയർ എന്ന് പറയുന്നത് ഇവിടെ ഓക്സിലറി വെർബാണ്. അപ്പോൾ അതിൻ്റെ രൂപം, ഇത് ഓക്സിലറി വെർബ് വാസ് വെയറൊക്കെ പാസ്റ്റ് ഫോമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വുഡ് ചേർത്താണ് ഈ വാചകങ്ങളൊക്കെ പറയേണ്ടത്. അപ്പോൾ എവിടെയെങ്കിലും നമ്മുടെ സെൻറ്റൻസിൽ നമ്മൾ നോക്കുക, സെക്കൻഡ് കണ്ടീഷനിലാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അതിൻ്റെ വെർബ് പാസ്റ്റ്, അതായത് ED ചേർത്താണോ വെർബ് കിടക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓക്സിലറി വെർബ് പാസ്റ്റ് ഫോമിലാണോ, അല്ലെങ്കിൽ വെർബിൻ്റെ V2 ഫോം ആണോ അവിടെ ഉള്ളതെന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസ് വുഡ് ചേർത്തായിരിക്കും നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യേണ്ടി വരിക. തേർഡ് കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തിനാണ് തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുന്നത്? ടു എക്സ്പ്രസ് റിഗ്രറ്റ്സ് ഓർ കണ്ടീഷൻസ് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. അതായത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പശ്ചാത്താപം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇന്നതുപോലെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ സംഭവിച്ചേനെ, പക്ഷേ അങ്ങനെ ചെയ്തുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായുമില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, തേർഡ് കണ്ടീഷണൽ ഉപയോഗിക്കുക. അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. രണ്ട് പാർട്ടാണുള്ളത്, ഈഫ് ക്ലോസും റിസൾട്ട് ക്ലോസും. ഈഫ് ക്ലോസിൽ ഈഫിന് ശേഷം വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ഫോമാണ്. ഹാർഡാണ് അവർ വരിക. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് ക്ലോസിൽ വുഡിന് ശേഷം ഒരു ഹാവ് കൂടി ഉണ്ടാവും. വുഡ് ഹാവ് ചേർത്തിട്ടായിരിക്കും പറയുക. അതിനുശേഷം V3 ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുക വാചകത്തിൽ. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഹാർഡർ ഐ വുഡ് ഹാവ് പാസ് ദ ടെസ്റ്റ്. അപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ എക്സാം പാസ്സാകാൻ കഴിയുമായിരുന്നു. അപ്പം ഞാൻ നന്നായിട്ട് പഠിച്ചുമില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ടെസ്റ്റ് പാസ്സാവാനായിട്ട് സാധിച്ചുമില്ല. അപ്പോൾ ഇഫ് ഐ ഹാഡ് സ്റ്റഡീഡ് ഉണ്ടോ, ആദ്യത്തെ ആ ഈഫ് ക്ലോസിൽ ഒരു ഹാഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ് സ്റ്റഡീഡ് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ക്ലോസിൽ വുഡ് ഹാവ് ചേർത്ത് പറയണം. വുഡ് ഹാവ് ചേർത്ത് കഴിഞ്ഞ് വെർബ് V3 ഫോമിൽ തന്നെയാണ് നമ്മളിവിടെ പറയുക. ഇഫ് ദേ ഹാഡ് ഫെൽറ്റ് ഏർലിയർ ദേ വുഡ് ഹാവ് കോട്ട് ദ ട്രെയിൻ. അവർ നേരത്തെ പോയിരുന്നെങ്കിൽ, അവിടെ എത്തിയിരുന്നെങ്കിൽ അവർക്ക് ആ ട്രെയിൻ കിട്ടുമായിരുന്നു. അവർ നേരത്തെ പോയുമില്ല, അവർക്ക് ആ ട്രെയിൻ ഒട്ട് കിട്ടിയുമില്ല. അപ്പോൾ ഇവിടെ ഹാഡിന് ശേഷം, ഹാഡ് അവിടെ സെൻറ്റൻസിലുണ്ട്, ഈഫ് ക്ലോസിലുണ്ട്. അതുപോലെ തന്നെ ഹാഡിന് ശേഷം വന്നിരിക്കുന്നത് ലീവിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള ലെഫ്റ്റാണ് വന്നിരിക്കുക. അതുപോലെ തന്നെ വുഡ് ഹാവിന് ശേഷം ക്യാച്ച് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ട്, വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള കോട്ടാണ് വന്നിരിക്കുക. അപ്പം ഓർക്കുക, തേർഡ് കണ്ടീഷനിൽ ഈഫിന് ശേഷം വരിക പാസ്റ്റ് പെർഫെക്റ്റ് ഫോമാണ്, അതായത് ഹാഡ് പ്ലസ് V3. അതുപോലെ തന്നെ എൻ്റെ റിസൾട്ട് ക്ലോസിൽ വരിക എന്താണ്, വുഡ് ഹാവ് പ്ലസ് V3 ഫോം. അത് നന്നായിട്ടൊന്ന് ഓർത്തിരിക്കുക. തേർഡ് കണ്ടീഷണൽസ്, നമുക്കതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഘടനയിൽ സ്ട്രക്ചറിൽ കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ആ ഈഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഫോം ഉണ്ടാവും. അതുപോലെ റിസൾട്ട് ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഉണ്ടായിരിക്കും. ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് ഉദാഹരണം നോക്കാം. ഇഫ് ദ വെദർ ഹാഡ് ബീൻ നൈസ് ദേ വുഡ് ഹാവ് പ്ലേഡ് ഫുട്ബോൾ.
അപ്പോൾ കാലാവസ്ഥ നല്ലതായിരുന്നിരുന്നെങ്കിൽ അവർ ഫുട്ബോൾ കളിച്ചേനെ. പക്ഷേ കാലാവസ്ഥ നല്ലതും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് നന്നായിട്ട് കളിക്കാനല്ലേ ഫുട്ബോൾ കളിക്കാനുമായിട്ട് സാധിച്ചില്ല. അപ്പോൾ അവിടെ ഈഫ് ക്ലോസിൽ ഹാഡ് ഉണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് ക്ലോസിൽ വുഡ് ഹാവും ചേർത്തിട്ടാണ്, വുഡ് ഹാവ് പ്ലസ് V3 ഫോം ചേർത്താണ് എഴുതിയിരിക്കുക. ദെൻ സെക്കൻഡ് വൺ, ഇഫ് ഹി ഹാഡ് ഗോൺ ടു എ ഗുഡ് റെസ്റ്റോറൻറ്റ് വി വുഡ് ഹാവ് ഹാഡ് എ ബെറ്റർ ഡിന്നർ. അപ്പം നമ്മൾ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയുമില്ല, നമുക്ക് ഡിന്നർ അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിന്നർ കഴിക്കാനായിട്ട് സാധിച്ചുമില്ല. ദെൻ മൂന്നാമത്തെ സെൻറ്റൻസ്, ഇഫ് ജോൺ ഹാഡ് ലേൺഡ് മോർ വേർഡ്സ് ഹി വുഡ് ഹാവ് റിട്ടൺ എ ഗുഡ് റിപ്പോർട്ട്. അവന് കുറേ കാര്യങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ, അവൻ നന്നായിട്ട് പഠിച്ചിരുന്നെങ്കിൽ, കുറേ കാര്യങ്ങൾ ഹൃദ്യസ്ഥമായിരുന്നെങ്കിൽ അവൻ എന്ത് ചെയ്തേനെ? ഹി വുഡ് ഹാവ് റിട്ടൺ എ ഗുഡ് റിപ്പോർട്ട്. ഒരു നല്ല റിപ്പോർട്ട് എഴുതാൻ അവന് സാധിക്കുമായിരുന്നു. അപ്പോൾ അവൻ വാക്കുകൾ പഠിച്ചുമില്ല, അവൻ നല്ല റിപ്പോർട്ട് എഴുതാൻ സാധിച്ചുമില്ല. അവിടെ കണ്ടോ, ആ സെൻറ്റൻസിൽ അതിൻ്റെ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് ലേൺ എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള ലേൺഡ് ആണ് ഉപയോഗിച്ചിരിക്കുക. അതുപോലെ തന്നെ വുഡ് ഹാവിന് ശേഷം റിസൾട്ട് ക്ലോസിൽ റൈറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള റിട്ടൺ ആണ് ഉപയോഗിച്ചിരിക്കുക. അപ്പോൾ ഇതായത് തേർഡ് കണ്ടീഷനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, ഇഫിന് ശേഷം വരുന്നത് ഹാഡ് പ്ലസ് V3 ഫോം ആയിരിക്കും. അതുപോലെ അതിൻ്റെ റിസൾട്ട് ക്ലോസിൽ ഉറപ്പായിട്ടും വരേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ആയിരിക്കും. ദെൻ ഫോർത്ത് വൺ, ഇഫ് ദ ബോയ്സ് ഹാഡ് ടേക്കൺ ദ ബസ് ടു സ്കൂൾ ദേ വുഡ് ഹാവ് അറൈവ്ഡ് ഓൺ ടൈം. അപ്പോൾ അവർ ബസ്സിന് പോയിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ആ സമയത്ത് സ്കൂളിൽ എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെയും ടേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള ടേക്കൺ ആണ് ഹാഡിന് ശേഷം വന്നിരിക്കുക. അതുപോലെ വുഡ് ഹാവിന് ശേഷം അറൈവ് എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള വെർബിൻ്റെ മൂന്നാമത്തെ രൂപമായിട്ടുള്ള അറൈവ്ഡ് ആണ് ഉപയോഗിച്ചിരിക്കുക. ദെൻ ദ ലാസ്റ്റ് വൺ, ഇഫ് ദ ടീച്ചർ ഹാഡ് എക്സ്പ്ലെയിൻ ദ ഹോംവർക്ക് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ ടീച്ചർ നന്നായി ഹോംവർക്കിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ, എനിക്കത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ടീച്ചർ നന്നായിട്ടത് പറഞ്ഞു തന്നുമില്ല, അതുകൊണ്ട് എനിക്ക് തന്നെ അത് വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനും സാധിച്ചില്ല എന്നൊരർത്ഥത്തിലാണ് പറയുക. ഇഫ് ദ ടീച്ചർ ഹാഡ് എക്സ്പ്ലെയിൻ ദ ഹോംവർക്ക് ഐ വുഡ് ഹാവ് ഡൺ ഇറ്റ്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു 3 ഭാഗങ്ങളിലായിട്ട് പഠിച്ചത് കണ്ടീഷണൽസിനെ കുറിച്ചാണ്. ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ. ഇതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നോക്കി നിങ്ങൾ ഇതൊന്ന് നന്നായിട്ട് ചെയ്ത് പഠിക്കുമല്ലോ. താങ്ക് യു സോ മച്ച്.